ഡയറക്ടർമാരോടാണ് ഇപ്പം ടൊവിയുടെ സ്റ്റൈലിനെ ഇപ്പം അദ്ദേഹത്തിൻ്റെ നോട്ടം, അദ്ദേഹത്തിൻ്റെ നടത്തം അതൊക്കെ നല്ല രീതിയിൽ ചൂഷണം ചെയ്തൊരു സിനിമയായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പം അതിനൊത്ത ഒരു വില്ലനെയും കിട്ടി. അപ്പം ഈ സ്ക്രിപ്റ്റിംഗ് സമയത്തൊക്കെ തന്നെ ഇവരിരുവരും തന്നെ ആയിരുന്നോ മനസ്സിൽ? ടോബിയുടെ ക്യാരക്ടറിന് അങ്ങനെ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അനസ്കാനും ടോബിയും പോണ്ടിശ്ശേരിയിൽ ഒരു 4 ദിവസം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇരിക്കുകയും അതിൽ പ്രത്യേകിച്ച് ഇപ്പം ടോബിയുടെ നടത്തമാണെങ്കിലും ടോബിയുടെ ബോഡി മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻ ആണെങ്കിലും ഒക്കെ അങ്ങനെ നമ്മൾ കമ്പൈൻഡ് ആയിട്ടിരുന്നു. ഈവൻ ടോബി തന്നെ അല്ലെ കുറച്ചധികം നടക്കുന്ന വീഡിയോസ് നമ്മൾ എടുക്കുകയും അതിൽ ഏത് വേണം തീരുമാനിക്കുകയും ഒക്കെ ചെയ്ത് തന്നെയാണ് നമ്മൾ ആ ക്യാരക്ടർ അങ്ങനെ പിടിച്ചിട്ടുള്ളത്. പക്ഷെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ കുറേ കൂടെ സ്വാഗുള്ള കുറേ കൂടെ വേറൊരു രീതി ചെയ്യുന്ന ഒരാളാണെന്ന് അറിയുന്ന സമയത്ത് തൻ്റെ ക്യാരക്ടർ എങ്ങനെയാണോ ഡിസൈൻ ആ ഡിസൈനിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നത് വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ഫൈറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും ആ കൈയുടെയും കണ്ണിൻ്റെയും ബോഡി ലാംഗ്വേജും ഒക്കെ കൃത്യമായി കൺസിസ്റ്റൻ്റായി ടൊവിനോ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് വളർന്നു എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര അതിശയവും ഭയങ്കര സന്തോഷവുമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ സിനിമയിൽ തൃഷാമാവിൻ്റെ ക്യാരക്ടറാണെങ്കിലും വിനയ് സാറിൻ്റെ ക്യാരക്ടറാണെങ്കിലും അവർക്ക് അവരുടേതായ ഒരു പ്രത്യേക സ്വാഗം പ്രത്യേക രീതിയും ഒക്കെ ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറയുകയാണ്, തൃഷാമാവിനെ കാണാൻ കുറച്ച് ഭംഗി കൂടുതലാണെന്നാലും ഒരാൾ റിവ്യൂവിൽ പറയുന്നുണ്ട്. ഞങ്ങളെന്തോ VFX ചെയ്തു എന്നൊക്കെ പറയണം. ഈ സിനിമയ്ക്ക് VFXന് ഒരു 1200 ഷോട്ടുണ്ട്. പക്ഷെ അതിലൊരു ഷോട്ട് പോലും തൃഷയുടെ ഷോട്ടല്ല. തൃഷയുടെ ഷോട്ട് ഞങ്ങൾ VFX ചെയ്തിട്ടില്ല. അത് അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ഭംഗിയാണ്. ഞാൻ ഭയങ്കര പറഞ്ഞു വന്നപ്പോൾ ഭയങ്കര കാഷ്വലി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുപോലെ വിനയ് സാറിന്റെ സ്വാഗും സ്റ്റൈലും എല്ലാം ഉപയോഗിക്കുന്ന ഏരിയയിലൂടെ വിനയ് സാറും ഭയങ്കര കിടലമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതൊക്കെ വിനയ് സാറും തൃഷാമാനും ഒക്കെ അങ്ങനെ നിൽക്കുമ്പോഴും ടോബിയുടെ ക്യാരക്ടറായിട്ട് തന്നെ ഇപ്പുറത്ത് നിൽക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയും അത് ഞങ്ങളുടെ ഒരു തീരുമാനമായിരുന്നു. പക്ഷെ അപ്പോൾ അത് സിനിമ അങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, സിനിമ അങ്ങനെയാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഇവരുടെ 3 പേരുടെയും ഇപ്പോൾ വിനയ് സാറിന്റെ സ്റ്റൈലും തൃഷാമാവിന്റെ ചാമും ടൊവിനോയുടെ ചില സട്ടിൽ ആക്ടിങ്ങും ഒക്കെ ഈ സിനിമയിലെ ക്യാരക്ടേഴ്സിന് വേണ്ടി ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്ത സാധനമാണ്. അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നു. ഈവൻ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി തൃഷാമാവിനെ കണ്ടാൽ വളരെയധികം VFX ചെയ്ത് അത്രയും ഭംഗിയുള്ളതാക്കി എന്ന് പറഞ്ഞപ്പോൾ അവർ ആക്ച്വലി വളരെ കുറച്ച് മേക്കപ്പ് മാത്രം ഉപയോഗിച്ച് ആ ഗജോർജിനൽ ലെൻസിലൂടെ കണ്ട സമയത്ത് അത് ക്യാമറയ്ക്ക് പോലും ചെയ്യാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള ഒരു VFX വർക്കായി തോന്നി എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ശരിക്കും സിനിമ കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെൻ്റായി തോന്നി. പക്ഷേ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ സീരിയസ് നോട്ട് പറയാണ്, തൃഷാമാവിൻ്റെ ഒരു ഷോട്ടിൽ പോലും ഈ സിനിമ VFX ഇല്ല, അല്ലാതെ വേറെ എന്തെങ്കിലും ഫൈൻ ട്യൂണിങ്ങും ഇല്ല. നോർമലി അവരെങ്ങനെയാണോ അങ്ങനെ ക്യാപ്ചർ ചെയ്ത സിനിമയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ടോയ് ബ്രോ, ഇപ്പോൾ ഈ മൂവീസ് റിലീസ് ആവുന്നതും റിവ്യൂ പറയണതൊക്കെ ഇപ്പോൾ കോമൺ ആയിട്ട് കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ